അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ ഒരുമിച്ചുകൂടൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കാനുമുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണതയാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നതാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമാക്കിയ ഈ റമളാനിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ നിതാന്തമായി പരിശ്രമിക്കുന്നവരാണ് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ഒരു സമൂഹം അധാർമികതയിൽ ജീവിച്ചിരുന്ന, വിശ്വാസപരമായി ധാർമ്മികമായി ഏറെ തകർച്ച അനുഭവിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് ഈ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുക്കുന്നത്. ഖുർആൻ എന്നത് വായിക്കുന്നത് തന്നെ പുണ്യമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കേവലം ആശയമറിയാതെ അർത്ഥമറിയാതെയുള്ള ഒരു കേൾവിയായിരുന്നോ അന്ന് അവിടെ സംഭവിച്ചത്? അങ്ങനെയായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലായിരുന്നു. കാരണം എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറയുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാകില്ല. ഒരു ധാരണയുമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഏറി വന്നാൽ ഒരു പക്ഷേ അത് കേൾക്കുന്ന സമയത്തൊന്ന് ശാന്തമായി അവർ കേട്ട് പിന്നെ പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകും. എന്നാൽ അവർ കേട്ടത് വിശുദ്ധ ഖുർആൻ കേവലം കേൾക്കുക എന്നത് മാത്രമല്ല. എന്താണ് ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് അവർ സശ്രദ്ധം സാഗൂതം അവർ കേൾക്കുകയും അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ലുലുമാത്തുകളിലായിരുന്ന ഒരു സമൂഹത്തെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇരുട്ട് എന്നല്ല, ഇരുട്ടുകളിൽ, അന്ധവിശ്വാസങ്ങളിൽ, അധാർമികതയിൽ, മദ്യപാനത്തിൽ, പലിശയിൽ, വ്യഭിചാരത്തിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിച്ചിരുന്ന ആ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ മാറ്റിയെടുത്തു. അപ്പോൾ ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതവരിൽ മാറ്റമുണ്ടാക്കി. കേരളത്തിലേക്ക് കടന്നു വന്നാൽ വിശുദ്ധ ഖുർആൻ വായിക്കണം എന്ന ഒരു അറിവ് ഈ നാടിന് നൽകിയത് മുജാഹിദ് പ്രസ്ഥാനമാണ്. കാരണം പക്ഷിപ്പാട്ടിലും കുപ്പിപ്പാട്ടിലും മൗലീദ് വരികളിലും മാത്രം ജീവിതം കടിച്ചുകൂട്ടിയിരുന്ന ഒരു സമൂഹത്തോട് നമ്മളാണ് പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ വായിക്കണം, നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കണം, വിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിക്കണമെന്നത്. വിശുദ്ധ ഖുർആൻ വായിക്കണമെന്ന് പറഞ്ഞ സമയത്ത്, വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ആശയവും അർത്ഥവും അങ്ങനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അത് ഗ്രഹിക്കേണ്ടവരല്ല നാം. ഇനി കൂടി വന്നാൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഒന്ന് വായിച്ചു പോകാം എന്നാണ് പൗരോഹിത്യം ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വലിയ മാറ്റം, മുജാഹിദ് പ്രസ്ഥാനത്തിന് വലിയ മാറ്റം
മുജാഹിദ് കുടുംബങ്ങളിൽ വളരുന്ന മക്കൾക്ക് വലിയ മാറ്റം, മുജാഹിദ് സ്ത്രീകൾക്ക് വലിയ മാറ്റം. അവർ മുജാഹിദുകളാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെ. അവർ സ്ത്രീധനം വാങ്ങാത്തവരാണ്, അവർ മാന്യമായി വിവാഹം നടത്തുന്നവരാണ്, അവർ മാന്യമായി ഇസ്ലാമികമായ വേഷവിധാനം ശ്രദ്ധിക്കുന്നവരാണ് എന്ന് നമ്മെക്കുറിച്ച് പറയാനുണ്ടായ കാരണം ആ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥത്തോടെ ആശയത്തോടെ നാം ഗ്രഹിച്ചു എന്നതാണ്. അത് വലിയ മാറ്റമാണ്. ഖുർആൻ പരിഭാഷകളുടെ ഒരു വരവ് വലിയ മാറ്റമുണ്ടാക്കി. ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതി. എന്നാൽ പല ആളുകളും എഴുതിയ ആ കാലഘട്ടത്തിലെ ഖുർആനിൻ്റെ മലയാള പരിഭാഷ ഇന്ന് അതിൻ്റെ ചില ഭാഗങ്ങൾ ലേഖനങ്ങളായി വരുമ്പോൾ അത് വായിക്കുമ്പോൾ അതിൻ്റെ ആശയം അത്രത്തോളം നമുക്ക് ഗ്രാഹ്യമല്ല. എന്നാൽ നമ്മുടെ പ്രസ്ഥാനം അമാനി മൗലവി അടക്കമുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർ 18 വർഷമെടുത്ത് വിശുദ്ധ ഖുർആനിന് അർത്ഥവും അതിൻ്റെ വിശദീകരണവും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമുക്കവർ സമർപ്പിച്ചു. വലിയ ത്യാഗമാണ് അതിൻ്റെ പിന്നിലുണ്ടായത്. അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ വാണിയമ്പലത്തുള്ള ചെറിയ ഒരു കൂരയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പലക വെച്ച് ആ പലകയിൽ ഒരു പേപ്പർ വെച്ച് ഒരു പലകയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം വരുമ്പോൾ മണ്ണുള്ള ആ തറയിൽ 2 ചെറിയ കുഴികൾ കുഴിച്ച് ഉറക്കം വരുമ്പോൾ ആ കുഴിയിലേക്ക് വെള്ളമൊഴിച്ച് ആ കുഴിയിലേക്ക് കാല് വെച്ച് ഉറക്കം വരാതിരിക്കാൻ അങ്ങനെ എഴുതി പൂർത്തിയാക്കി സ്വന്തമായി പ്രൂഫ് നോക്കി സ്വന്തമായി പ്രസ്സിലേക്ക് കൊണ്ടുപോയി അങ്ങനെ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനിൻ്റെ അമാനി മൗലവിയുടെ തഫ്സീർ. ആ തഫ്സീറാണ് നമ്മുടെ വീടുകളിലുള്ളത്, ആ തഫ്സീറാണ് നമ്മുടെ പള്ളികളിലുള്ളത്. അതിൻ്റെ പഠനം നമുക്ക് വലിയ മാറ്റമുണ്ടാക്കി. അരീക്കോട് കേരള നദുവത്തുൽ മുജാഹിദീനിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി NV അബ്ദുസ്സലാം മൗലവി അദ്ദേഹം ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. കേരളത്തിൽ മുസ്ലിങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള അതല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ഒരുപക്ഷെ അരീക്കോടുള്ള മുജാഹിദുകളായിരിക്കും. വിശുദ്ധ ഖുർആൻ ആളുകളെ പഠിപ്പിച്ചു. പഠിതാക്കൾ വരുന്നതിൻ്റെ മുൻപ് NV അബ്ദുസ്സലാം മൗലവി ബോർഡിൽ ഒരു പേജ്, ഖുർആനിൻ്റെ ഒരു പേജ്, അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി എഴുതും. എല്ലാ ആളുകളും മുന്നിൽ വന്നിരിക്കും. അദ്ദേഹം അത് കേവലം വായിച്ചു കൊടുക്കുകയല്ല, മറിച്ച് അദ്ദേഹം അത് ആശയസഹിതം വിശദീകരണ സഹിതം അവിടെ കൂടിയ ആളുകൾക്ക് ആ ഖുർആൻ മുഴുവനായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണല്ലോ ഒരു സഹോദരൻ NV അബ്ദുസ്സലാം മൗലവിയോട് ചോദിച്ചു എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാമത്. മൗലവി, ഈ ആയത്ത് ഇത് ഖുർആനിൽ നിന്നുള്ളത് തന്നെയല്ലേ? ആണ്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയല്ലേ? അതെ. അദ്ദേഹം അതുമായി അടുത്തുള്ള പള്ളിയിലേക്ക് പോയി ചോദിക്കുന്നു, ഉസ്താദേ, ഇത് ഖുർആനിലെ ആയത്ത് തന്നെയല്ലേ? അതെ. ഇതിൻ്റെ ആശയവും അർത്ഥവും ഇങ്ങനെ തന്നെയല്ലേ? അതെ. എങ്കിൽ എന്നെ നേർച്ച കമ്മിറ്റിയിൽ നിന്ന് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ആ ഖുർആൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ വിശുദ്ധ ഖുർആൻ വായിച്ചാലാണ് നമ്മിൽ ഒരു മാതൃകാപരമായ വ്യക്തിത്വം രൂപപ്പെടും, എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനുള്ള ഉത്തരം പ്രിയപ്പെട്ടവരെ ഖുർആൻ വായിക്കുക എന്നതല്ല. ഖുർആൻ വായിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. നമുക്കറിയാം, അലിഫിനുണ്ട്, ലാമിനുണ്ട്, മീമിനുണ്ട്, എല്ലാം പ്രതിഫലമുണ്ട്. എന്നാൽ ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഖുർആനിൻ്റെ ആശയം എന്താണ്, ഖുർആനിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വലിയ മാറ്റമുണ്ടാകും. തമിഴ്നാട്ടിൽ ശബരിമല എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേര് ഇന്ന് മറ്റൊരു പേരാണ്. ശബരിമല എന്ന് പറയുന്ന ആ സ്ത്രീ അവർ ഖുർആനിനെ കുറിച്ച് പഠിച്ചു. എന്തിനെ? വിമർശിക്കാൻ വേണ്ടി പഠിച്ചു. അവർ പറയുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു പെൺകുട്ടിയായതിൻ്റെ പേരിൽ, ഞാനൊരു സ്ത്രീയായതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച ക്രൂരമായ ചില അനുഭവങ്ങളുണ്ട്, ചില ഒറ്റപ്പെടുത്തലുകളുണ്ട്, ചില മാറ്റിപ്പാർപ്പിക്കലുകളുണ്ട് ചെറുപ്പത്തിൽ. അങ്ങനെ അവർ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവർക്ക് ജോലി ലഭിച്ചു, ഗവൺമെൻറ് ജോലി ലഭിച്ചു. പക്ഷെ അവരുടെ മനസ്സിൽ ഇതാണ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അവർ കേട്ടതറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ ചോദിച്ചു, ലോകത്ത് സ്ത്രീകൾക്കൊരവകാശവും നൽകാത്ത, സ്ത്രീകളുടെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത മതമേതാണ്? അത് ഇസ്ലാമാണ്. 1-ാം സ്ഥാനത്ത് ഇസ്ലാമാണ്. അതിൻ്റെ പ്രവാചകനാരാണ്? മുഹമ്മദാണ്. അവർ പറയുന്നുണ്ട്, ഞാൻ മുഹമ്മദിനെ വെറുക്കുന്നു. ലോകത്ത് സ്ത്രീകളുടെ അവകാശത്തെ ധ്വംസിച്ച മുഹമ്മദിനെ ഞാൻ വെറുക്കുന്നു. അവർ തമിഴ് ട്രാൻസ്ലേഷൻ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. എന്തിന്? ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി.
ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി അവർ പഠിക്കാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ കടന്നു വരികയാണ്. വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കും, എന്തൊരു കുറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങളെ കുടിച്ചു മൂടിയത് എന്ന്. 2026 ജനുവരി 31 US നീതിന്യായ കോടതി എപ്സ്റ്റീൻസ് ഫയൽസിന്റെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. 2000 വീഡിയോസ്, 18 ലക്ഷത്തോളം വരുന്ന റിപ്പോർട്ടുകൾ. ലോകത്തെ അടക്കി ഭരിക്കുന്ന രാഷ്ട്രനായകന്മാർ ഇന്ന് യുദ്ധം നടത്തുന്നതുവരെ അതിൽ നിന്ന് ചർച്ച മാറ്റിവിടാനാണ് എന്ന് നാം പറഞ്ഞാൽ അത് തെറ്റല്ല. 2026 ജനുവരി 30 മില്യൺ കണക്കിന് വരുന്ന 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ കണക്ക് പുറത്തു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കും, എന്തൊരു കുറ്റത്തിനു വേണ്ടിയാണ് ഞങ്ങളെ കുടിച്ചു മൂടിയത്. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആനിന്റെ വായന തുടങ്ങിയ ശബരിമല ഇത് വായിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമോ, പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമോ? ഫഇദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖദീം. നിങ്ങൾക്കൊരു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ മുഖം കറുത്തിരുണ്ട് പോയിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ മാറ്റിയെടുക്കുകയാണ്. പ്രവാചകന്റെ അടുത്ത് കടന്നു വരുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്കും ഉണ്ടായിരുന്നു പ്രവാചകരെ ഒരു പെൺകുട്ടി. അവൾ നടക്കാൻ തുടങ്ങി. എനിക്ക് വല്ലാത്ത അപമാനമായി. എനിക്കെൻ്റെ മക്കളോട്, എനിക്കെൻ്റെ മകളോട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ സ്നേഹമായിരുന്നു. പക്ഷേ എൻ്റെ മകൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എൻ്റെ ഗോത്രത്തിന് അത് സഹിച്ചില്ല. എൻ്റെ ഗോത്രത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു. പ്രവാചകരെ, എൻ്റെ മകളെയും കൊണ്ട് ഞാനൊരു കുന്നിലേക്ക്, ഒരു മലയിലേക്ക് കയറിപ്പോയി. സ്നേഹത്തോടെ എൻ്റെ മകൾ ചോദിച്ചു, ഉപ്പച്ചി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ മകളെയും കൊണ്ട് ഒരുപാട് ദൂരം നടന്നുപോയി. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ഒരു വലിയ കുഴി കുഴിച്ചു. എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ താടിരോമങ്ങളിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക് ആ മണലായി ആയ സമയത്ത് എൻ്റെ പെൺകുട്ടി വളരെ സ്നേഹത്തോടുകൂടി അതെനിക്ക് തട്ടിത്തന്നു. എന്തിനാണ് ഇത് കുഴിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സങ്കടത്തോടെ, മാനക്കേട് സഹിച്ച്, ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ മഹിമ നിലനിർത്താൻ വേണ്ടി പ്രവാചകരെ, എൻ്റെ മകളെ ഞാൻ ആ കുടിയിലേക്ക് തള്ളിയിട്ട് ഉപ്പ എന്ന് വിളിക്കുന്ന ആ വിളി നിരസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ അവിടെ കുടിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു പ്രവാചകരെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരും സഹാബത്തും ആ മനുഷ്യനും കരയുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെ പ്രവാചകരെയുള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് സ്വർഗമില്ലേ പ്രവാചകരെ? 3 പെൺകുട്ടികളുള്ള, അവരെ മാന്യമായി വളർത്തി, അവർക്ക് സംസ്കാരം നൽകി, അവരെ മാന്യമായി വിവാഹം കഴിച്ചു പറഞ്ഞയച്ചാൽ 3 പെൺകുട്ടികളുള്ളവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ പ്രവാചകരെ എന്ന് ചോദിച്ച ഒരവസ്ഥയിലേക്ക്, പെൺകുട്ടികൾക്ക് വേണ്ടി മത്സരിക്കുന്ന പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ആ സമൂഹത്തെ മാറ്റിയെടുത്ത വിശുദ്ധ ഖുർആൻ ശബരിമല വായിക്കുകയാണ്. അവർ മാറി. അവരുടെ പേരെന്താണെന്നോ? ഇപ്പോൾ അവരുടെ പേര് ഫാത്തിമ ശബരിമല എന്നാണ്. ഫാത്തിമ ശബരിമല. ആരെയായിരുന്നു കൂടുതൽ വെറുപ്പ്? ആരോടായിരുന്നു ദേഷ്യം? അള്ളാഹുവിന്റെ പ്രവാചകനോടായിരുന്നു വെറുപ്പ്. അവർ വിശുദ്ധ ഖുർആൻ പഠിച്ചു. അവരുടെ പേര് ഫാത്തിമ ശബരിമല എന്നാണ്. അവരെ 2 വർഷം മുമ്പ് സൗദി ഗവൺമെന്റ് ലൈഫായി, ഗസ്റ്റായി, അതിഥിയായി ഉംറ കർമ്മത്തിന് കൊണ്ടുപോയി. കഅബയുടെ കിസ്വ നെയ്തെടുക്കാനുള്ള അവസരം നൽകി. അവിടെ നിന്നുകൊണ്ട് അവർ ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഖുർആനിന്റെ പരിഭാഷകൾ എവിടെ എന്നതാണ്. ഖുർആനിന്റെ പരിഭാഷകൾ എവിടെ? ആ ഖുർആൻ വായിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ പഠിച്ചാൽ അവിടെയാണ് മാറ്റം. അവിടെയാണ് മനുഷ്യൻ ധാർമ്മികമായി വളരുന്നതും ഉയരുന്നതും. അവിടെ നിന്നാണ്. 7ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചു, 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചു. ബാപ്പയും ഉമ്മയും തീരുമാനിക്കുന്നു, എൻ്റെ മകനെ ഞാനൊരു ഉസ്താദാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന്. ആ കുട്ടിയെ ഒരു ദർസിൽ കൊണ്ടുവന്ന് ചേർത്തുന്നു. ആ കുട്ടിക്ക് അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു. 10, 11, 15 വർഷം ആ കുട്ടി പഠിക്കുന്നു. ആ കുട്ടിയുടെ രൂപഭാവ വേഷങ്ങളിലല്ലാതെ സംസ്കാരത്തിലും വിശ്വാസത്തിലും ധാർമ്മികതയിലും ഇസ്ലാമികമായ മുന്നേറ്റത്തിലും ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. കാരണം ഖുർആൻ എന്താണെന്ന് പഠിക്കുന്നില്ല. എന്താണ് ഖുർആൻ? അതിൻ്റെ ആശയമെന്ത്, അതിൻ്റെ അർത്ഥമെന്ത് എന്ന് പഠിക്കാൻ കഴിയണ്ടേ? ഹോളണ്ടിലെ, ഡച്ചിലെ,
പ്രസിദ്ധനായിരുന്ന ഒരു പാർലമെന്റേറിയൻ അംഗം ജോറം വാൻ ക്ലാവറൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇസ്ലാമിനെ വെറുപ്പായിരുന്നു. അദ്ദേഹം പറയാൻ, എനിക്ക് വെറുപ്പായിരുന്നു ഇസ്ലാമിനോട്. കാരണം ഇസ്ലാം മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ ചിന്തയെ, എല്ലാത്തിനെയും അടിമയാക്കുന്ന ഒരു സന്ദേശമാണ് ഖുർആനിൻ്റെതും ഇസ്ലാമിൻ്റെതും. ഒരുപാട് നോകൾ. മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസപരമായ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു ദൈവത്തെ വിട്ടുകൊണ്ട് മറ്റൊരു ദൈവത്തിലേക്ക് സമാധാനത്തിന് വേണ്ടി പോകേണ്ടി വരില്ലേ? എന്നാൽ ഇസ്ലാം പറയുന്നു അത് പാടില്ല. മനുഷ്യന് സന്തോഷത്തിന്റെ സമയത്ത് മദ്യം ഉപയോഗിക്കേണ്ടി വരില്ലേ? എന്നാൽ ഇസ്ലാം പറയുന്നു അത് പാടില്ല. പുതിയ കച്ചവടവും പുതിയ ബിസിനസ്സുകളും എല്ലാം തുടങ്ങുമ്പോൾ പലിശയിലേക്ക് തിരിയേണ്ടി വരില്ലേ? എന്നാൽ ഇസ്ലാം പറയുന്നു അത് പാടില്ല എന്ന്. അങ്ങനെ എല്ലാം നോ 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും, വ്യഭിചാരമെന്ന് പറയുന്ന സന്തോഷം, എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി പറയുന്ന ഒരു സന്ദേശമാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ വെറുക്കുന്നു. ഖുർആൻ എന്നത് മനുഷ്യരെ അടിമയാക്കുന്ന ഒരു സന്ദേശമാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗത്വം, ഡച്ച് പാർലമെന്റ് അംഗത്വം രാജിവെച്ചു. എന്തിനു വേണ്ടി? ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മുന്നിൽ വെച്ചു. ഇസ്ലാമിനെതിരെ, ഇസ്ലാം മതത്തിനെതിരെ, പ്രവാചകനെതിരെ, വിശുദ്ധ ഖുർആനിനെതിരെ അദ്ദേഹത്തിൻ്റെ രചന ആരംഭിക്കുകയാണ്. അദ്ദേഹം ഖുർആൻ പഠിച്ചു, ഒരുപാട് വായിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ കുറേ വായിച്ചപ്പോൾ എനിക്ക് ഖുർആനിനോട് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഇതൊരിക്കലും ഇഷ്ടപ്പെടേണ്ട ഒരു ഗ്രന്ഥമല്ല, ഇത് വെറുക്കേണ്ട ഗ്രന്ഥമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും എഴുതി. ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, ഖുർആനിനെതിരെ, ഈ മതത്തിനെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ എഴുതി. പക്ഷേ എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി ഖുർആനിനോട്, എവിടെയോ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി ഇസ്ലാമിനോട്. അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏതൊരു സന്ദേശമാകട്ടെ അത് മനുഷ്യനെ അടിമയാക്കുന്നതല്ല, മറിച്ച് മനുഷ്യന്റെ മോചനമാണ്. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഹേ വിശ്വാസികളെ, അല്ലാഹുവും പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്ന സന്ദേശത്തിലേക്കാണ്, നിങ്ങളെ അടിമയാക്കുന്ന സന്ദേശത്തിലേക്കല്ല, നിങ്ങളെ ജീവിപ്പിക്കുന്ന സന്ദേശത്തിലേക്കാണ്. ഏതൊരു സന്ദേശം എടുത്താലും അദ്ദേഹം പറയുന്നു, എനിക്ക് വളരെ പ്രിയപ്പെട്ട രാഷ്ട്രീയ കൂട്ടുകാർ ഉണ്ടായിരുന്നു, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരായിട്ടുള്ള സ്പോർട്സ് താരങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളും സംഭവിച്ചത് ലഹരി ഉപയോഗിച്ചതോടുകൂടിയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട രാഷ്ട്രീയ ഭാവിയുള്ള സഹപ്രവർത്തകരുണ്ടായിരുന്നു, നല്ല കുടുംബജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. എന്നാൽ വ്യഭിചാരത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവരുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു. സാമ്പത്തികമായ ഭദ്രതയും സുസ്ഥിതിയുമുള്ള കച്ചവടക്കാർ പലിശയുമായി ബന്ധപ്പെടാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ തകർച്ച നേരിട്ടു. ജോറം വാൻ ക്ലാവറൻസ് പറയുന്നു, ഇസ്ലാം ഏതൊരു കാര്യം എതിർത്തോ, ഏതൊരു കാര്യം നിരാകരിച്ചോ അതെല്ലാം മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം ലോകത്തോട് പറയുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ആ ഖുർആൻ മനുഷ്യന്റെ മോചനത്തിന് വേണ്ടിയുള്ള ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ സന്ദർഭത്തിൽ ആ സമൂഹത്തിനുണ്ടായ മാറ്റം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മദ്യപിച്ചിരുന്നവർ, ലഹരി ഉപയോഗിച്ചിരുന്നവർ, നിരന്തരമായ ഒരു പ്രശ്നമല്ലാതെ എല്ലാ ആഘോഷവേളകളിലും ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹത്തെ ഘട്ടം ഘട്ടമായി അള്ളാഹുവിന്റെ പ്രവാചകൻ അതിൽ നിന്ന് മോചിപ്പിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂ തൽഹയുടെ ഷാപ്പിൽ അബൂ തൽഹക്കും അബൂ ദുജാനക്കും മദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് മദ്യപാനം നിരോധിച്ചിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതീർണമാകുന്നത്. ആ മദ്യക്കോപ്പകൾ അവർ തച്ചുടച്ചു. അത് മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഒഴുകുകയുണ്ടായി. എന്താ കാരണം? ഖുർആനാണ്. പിന്നെ ലഹരി ഉപയോഗിച്ച, മദ്യം ഉപയോഗിച്ച ഒരു മുസ്ലിം അവിടെ ഉണ്ടായില്ല എന്നത് അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും മദ്യപാനത്തേക്കാൾ ഒന്നുകൂടി ഗൗരവമായി ഇസ്ലാം പറഞ്ഞ ഒരു കാര്യം പലിശയാണോ എന്ന്. കാരണം എന്താ? പലിശയുമായി ഇടപഴകുന്ന ആളുകളോട് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, പലിശ നിങ്ങൾ ഒഴിവാക്കുക എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വളരെ കൃത്യമാണ്. എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ എത്രത്തോളം മാറ്റമുണ്ടായിട്ടുണ്ട്.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ പറയുന്നത് നമ്മിൽ നിന്ന് പലിശയെ ആദ്യം നാം ഒഴിവാക്കുകയാണ്. നമ്മിൽ നിന്നെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ ആളല്ലായിരുന്നു. പക്ഷേ പ്രവാചകന്റെ പിതൃവ്യനാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആ അബ്ബാസിൽ നിന്ന് അബ്ബാസിന് പലിശയുടെ വകയിൽ ആരെങ്കിലും എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ മൂലധനമല്ലാതെ ഇനിയൊന്നും തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന പ്രവാചകന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് പലിശയുടെ ഇടപാട് എന്നത് പിന്നെ അവിടെ നടന്നില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ മാറ്റം. ഇന്ന് നേർക്ക് നേരെ ചില ആളുകൾ, അതല്ലാത്ത ചില ആളുകൾ പല ചിട്ടികളിലും പല കാര്യങ്ങളിലും കൂടി അങ്ങനെ വളരെ സാധുവായ ഒരു മനുഷ്യൻ 5 ലക്ഷത്തിന്റെ ഒന്നിൽ കൂടി, അയാളുടെ ഉമ്മയുടെ കിഡ്നി പോയി, ഭാര്യയ്ക്ക് ക്യാൻസറായി. അദ്ദേഹം സമീപിച്ചു, എനിക്ക് 5 ലക്ഷത്തിൽ 3 ലക്ഷം മതി, എനിക്ക് 3 ലക്ഷം മതി, ബാക്കി 2 ലക്ഷം ഏതാ? ബാക്കി 2 ലക്ഷം ഇദ്ദേഹത്തിന്റെ വിയർപ്പാണ്, ഇദ്ദേഹത്തിന്റെ അധ്വാനമാണ്, ഇദ്ദേഹത്തിന്റെ കട്ടപ്പാടാണ്. എന്നാൽ ഓരോ മനുഷ്യരിലും ബാക്കി വരുന്ന ഈ കട്ടപ്പാടിന്റെ, ഈ വിയർപ്പിന്റെ, ഈ അധ്വാനത്തിന്റെ ഈ വിയർപ്പുണ്ടല്ലോ, അത് വാരിക്കൂട്ടി അവസാനം അത് വാങ്ങിയെടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവർ അവരുടെ മനസ്സിൽ പറയുന്നത് എനിക്ക് പലിശയുമായി ഒരു ഇടപാടുമില്ല എന്നതാണ്. എന്നാൽ അവർ വാങ്ങുന്നതോ കിഡ്നി നഷ്ടപ്പെട്ടു പോയ ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്തെ വിളിച്ചെടുത്ത കുറിയുടെ ബാക്കി ഇതാ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. ഇസ്ലാം പറഞ്ഞു, ചൂഷണം, ഈ സാമ്പത്തികമായ ചൂഷണം ഇസ്ലാമിലില്ല എന്ന് വിശ്വാസികളോട് സൂചിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാറ്റമുണ്ടാകണ്ടേ? അതുമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ അവസാനിപ്പിക്കണ്ടേ? സ്വതന്ത്രമായി ഉള്ള സമ്പത്ത് കൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു മാറ്റം വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് നൽകുകയാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ ഉണ്ടായ മാറ്റം, ധാർമ്മികമായ വിപ്ലവം. ജാഹിലിയത്തിൽ നടന്ന ഒരു യുദ്ധമാണ് ഹർബുൽ ബസൂസ്. ബസൂസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പേരാണ്. ബനു ബക്കർ ഗോത്രക്കാരിയായ ഈ സ്ത്രീ തൻ്റെ ഒട്ടകത്തെയും കൊണ്ടിങ്ങനെ പോകുമ്പോൾ ബനൂ തഗ്ലബ് ഗോത്രത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒട്ടകം കുറച്ച് അതിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ യുദ്ധമാണ്. എത്ര വർഷം? 40 വർഷം. പേരക്കുട്ടികൾ പറയാ, എന്തിനാ യുദ്ധം ചെയ്യണത്? എനിക്കറിയില്ല, വല്ലിപ്പൻ ബാപ്പയൊക്കെ യുദ്ധം ചെയ്തതാ. അവർ യുദ്ധം ചെയ്യാൻ എന്തിന്? വാപ്പ യുദ്ധം ചെയ്തു, വല്ലിപ്പ യുദ്ധം ചെയ്തു. ഒരൊട്ടകം അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആൻ മാറ്റിയെടുക്കുകയാണ്. പൂർണ്ണമായി വിട്ടുവീഴ്ചക്കാരായി, നിഷ്കളങ്കരായി, സാധുക്കളായി, നല്ല മനസ്സുള്ളവരായി അവരെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ മാറ്റം അത് തന്നെയാണല്ലോ ദഅവാ രംഗത്ത്, പ്രബോധന രംഗത്ത് KP മുഹമ്മദ് മൗലവിയുടെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും പരിചയമുള്ള, സംസാരിച്ച, സംഘടനാ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ച ബഹുമാന്യനായ KPയുടെ ജീവിതം വായിക്കുമ്പോഴുണ്ട് എത്ര സൂക്ഷ്മതയായിരുന്നു സാമ്പത്തിക രംഗത്ത് പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത അവസാനത്തെ കാലത്ത് സംഘടന നിർബന്ധിച്ചുകൊണ്ട് ഒരു കാറ് വാങ്ങിക്കൊടുത്തു എന്നാണ്. നിങ്ങളിത് ഉപയോഗിക്കണം. ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ആരോഗ്യപരമായി പ്രയാസമല്ലേ. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിക്ക് ഒരു ദിവസം രാത്രി ഒരു പനി വന്നു. അദ്ദേഹം ടാക്സി വിളിക്കുകയാണ് വീട്ടിലേക്ക്. എന്തിന്? ഇതെൻ്റെ കാറല്ല, ഇതെൻ്റെ വാഹനമല്ല. ടാക്സി വിളിച്ചുകൊണ്ട് രാത്രി ഹോസ്പിറ്റലിലേക്ക് പേരക്കുട്ടിയെ കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഈ ഖുർആനിന്റെ ധാർമ്മികമായ ഈ വിപ്ലവം ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കുവാനുള്ള കട്ടപ്പാട്. അലവി മൗലവിയെ കുറിച്ച് മക്കൾ പറയുന്നുണ്ട്. അലവി മൗലവി തൃശ്ശൂർ ജില്ലയിലെ ഓട്ടുപാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോയതാണ്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിമർശകർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹം പറയണേ, ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടുപോയി ഒരു വീട്ടിലാക്കി. അവർ കുറച്ച് സമയം മാറി നിന്നപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പണ്ട് ഒരു പായ, ഒരു കത്തി, തൊട്ടപ്പുറത്തൊരു പുഴ. എന്തിനാ? കഴുത്തറുത്ത് കൊന്ന് പായയിൽ പൊതിഞ്ഞ് പുഴയിൽ തള്ളാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ പോയ സമയത്ത് അദ്ദേഹം ഒന്ന് പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങുന്നത് ഏതോ ഒരു സഹോദരൻ മുൻകാലത്ത് സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് കണ്ട ഒരു ക്രൈസ്തവ സഹോദരൻ പോലീസിനെ ബന്ധപ്പെട്ട് അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, എറണാകുളം ജില്ലയിൽ നിന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഇതേ ഓട്ടുപാറ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം ഇങ്ങനെ ബസ് കാത്തുക്കണെന്നാണ്. അപ്പോൾ മഞ്ചേരിയിലുള്ള ഒരു ലോറി ഡ്രൈവർ, അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കഠിനമായ ശത്രുവാണ്. അദ്ദേഹം ചിരട്ട എറണാകുളത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു വരികയാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വാഹനം സൈഡാക്കി കയറാൻ വേണ്ടി പറഞ്ഞു.
നിങ്ങൾ എന്നെ അറിയുമെന്ന് ചോദിച്ചു. അറിയൂല, ഞാൻ നിങ്ങളുടെ എതിരാളിയാണ്. നിങ്ങൾ എന്ത് ധൈര്യത്തിനാണ്? ഒരു പ്രാവശ്യം നിങ്ങൾ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയതല്ലേ, എന്ത് ധൈര്യത്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്. അദ്ദേഹം പറയാണ്, മുജാഹിദുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്നതാ സംസാരത്തിലാണ് എനിക്ക് മനസ്സിലായത് എന്ന്. മഞ്ചേരി കാരക്കുന്ന് സ്വദേശിയായ ആ സഹോദരൻ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ മാറ്റം, അള്ളാഹുവിലുള്ള ഈ വിശ്വാസവും ബോധവും, അചഞ്ചലമായ വിശ്വാസവും വിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ ഒരു സമൂഹത്തിൽ ഉണ്ടായതാണ്. അതേ മാറ്റം, ഖുർആനിലൂടെയുള്ള മാറ്റം, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം, ആ ആശയത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അത്ര ആശയഗ്രാഹ്യമുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖുർആൻ പഠിക്കാൻ, ആ ഖുർആൻ മനസ്സിലാക്കാൻ, അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഈ വിശുദ്ധ ഖുർആനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ വന്നിരിക്കാൻ, ഇത് കേൾക്കാൻ, ഇത് പറയാൻ നമുക്ക് മനസ്സുണ്ടായത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തിലൂടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.